ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 92. നമ്മളിന്ന് അധ്യായം 17 21 മുതൽ 30 വരെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഇതിലെ പ്രധാന ദേവത എന്ന് പറയുന്നത് വിശ്വകർമാവാണ്. വിശ്വകർമാവ് എന്ന് പറഞ്ഞാൽ വിശ്വത്തെ നിർമ്മിച്ച എഞ്ചിനീയർ. യഥാർത്ഥത്തിൽ അത് ബ്രഹ്മം തന്നെയാണ്, അല്ലെ പരബ്രഹ്മ പരമേശ്വരനാണ് എന്നെല്ലാം പറയാം. അതിനെ പറ്റിയുള്ള സൃഷ്ടികർത്താവിനെ പറ്റിയുള്ള വിവരണമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എന്താണ് 21 പറയുന്നതെന്ന് നോക്കാം. ആ ജഗദീശ്വരൻ അന്നപതി, ഇവിടെയുള്ള എല്ലാ അന്നങ്ങളും സൃഷ്ടിച്ച, അന്നം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അന്നമാണ്. നമുക്ക് അന്നമായിരിക്കാം, വീടിൻ്റെ അന്നം എന്താണ്? കല്ലും മണ്ണുമല്ല. നമ്മൾ ഭക്ഷിക്കുന്നത് അന്നം എന്ന് പറയും. പശുവിനാണെങ്കിൽ പുല്ലാണ്. ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ അതിൻ്റെ അന്നം എന്ന് പറയുന്നത് ഈ ഇവിടെയുള്ള വസ്തുക്കൾ. അപ്പം അന്നത്തിൻ്റെ പതിയാണ്, അതായത് അദ്ദേഹം സൃഷ്ടിച്ച വസ്തുക്കളെല്ലാം തന്നെയാണ് ഇവിടെ അന്നമായിട്ട് ആക്ട് ചെയ്യുന്നത്. വിശ്വത്തിൻ്റെ സൃഷ്ടാവുമാണ് അദ്ദേഹമാണ് ഈ വിശ്വത്തെ സൃഷ്ടിച്ചത്. ആ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതിന് കാരണമായ അതിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആ മഹസൃഷ്ടിയിൽ ഉന്നതമായതും താഴ്ന്നതും മധ്യമമായതുമായ പ്രദേശങ്ങളുണ്ട്. പ്രദേശങ്ങൾ എന്നാൽ ഉയർന്ന സ്ഥലങ്ങളുണ്ട്, താഴ്ന്ന സ്ഥലങ്ങളുണ്ട്. അതായത് പലതരത്തിൽ ക്വാളിറ്റിയിൽ ഉയർന്നതുണ്ട്, താഴ്ന്നയുണ്ട്, മധ്യമുണ്ട്. അങ്ങനെ 3 തരത്തിൽ. അവയൊക്കെയും സംരക്ഷിക്കപ്പെടുന്നത് ഈശ്വരനാണ്. ഈ പ്രപഞ്ചത്തിൽ ഉയർന്ന നിലയിലുള്ള സാധനങ്ങളുണ്ട്, താഴ്ന്ന നിലയിലുള്ള സാധനങ്ങളുണ്ട്, മധ്യമമായ സാധനങ്ങളുണ്ട്. സ്വർണം എന്നെല്ലാം പറഞ്ഞാൽ വളരെ ഉയർന്ന വിലയുള്ള സാധനമാണ്. ഹൈഡ്രജൻ, ഓക്സിജൻ എന്നെല്ലാം പറഞ്ഞാൽ വളരെ ചീപ്പായിട്ട് ഇവിടെ സുഭിക്ഷമായിട്ടുണ്ട്. മധ്യമായിട്ട് വസ്തുക്കളെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള എന്തായാലും അവയെ സംരക്ഷിക്കുന്നത് ഈശ്വരനാണ്. അങ്ങനെയുള്ള ശക്തിവിശേഷം എന്ത് ചെയ്യട്ടെ, ഞങ്ങളെ ഔന്നത്യത്തിലേക്ക് നടത്തിക്കുകയും നല്ല ഉപദേശങ്ങൾ നൽകുകയും ചെയ്യട്ടെ. അപ്പം നമുക്ക് കിട്ടുന്ന ഉപദേശങ്ങളും എല്ലാം ആ ശക്തിവിശേഷത്തിൽ നിന്ന് തന്നെയാണ് കിട്ടേണ്ടത്. ഇവിടെ വേറെ ആരുമില്ല. അത് തന്നെയാണ് ഇതിൻ്റെ എല്ലാം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന ഉപദേശങ്ങളും നമ്മുടെ മനസ്സിലൂടെ അത് അല്ലെ ശാസ്ത്ര തത്വങ്ങളിലൂടെ നമുക്ക് അതാത് കാലത്ത് പറഞ്ഞു തരും. ഇനി 22. ഈ ജഗത്തിൻ്റെ സൃഷ്ടാവിനായി ഞങ്ങൾ ഹവിസ്സർപ്പിക്കുന്നു. ഹവിസ്സർപ്പിക്കുമെന്ന് നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നതും ഹവിസ്സിലൂടെയാണ്. നമ്മളിപ്പം ചോറുണ്ടാക്കണ്ടിക്കൽ അർപ്പിക്കുന്ന എന്താണ്? അരിയും വെള്ളമെല്ലാം. അപ്പോൾ അതിനാണ് ഹവിസ് എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ അർപ്പിക്കുക, അത് ആ ശക്തിവിശേഷത്തിന് അർപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ജഗദീശ്വരൻ നന്മയുടെ പ്രതിബിംബമാണ്. അദ്ദേഹം നന്മ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ലോകം പുരോഗതിയിലേക്ക് പോകണം, നല്ലൊരു ലോകത്തിലേക്ക് പോകണം. അതാണ് ജഗദീശ്വരൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ജഗദീശ്വരൻ നന്മയുടെ പ്രതിബിംബമാണ്. സൂര്യനും ഭൂമിയും ബന്ധത്തിൽ വരുന്നത് ഈ ഈശ്വരൻ്റെ മഹിമയാലാണ്. നമുക്ക് വേണ്ടിയിട്ടാണ് സൂര്യനെയും ചന്ദ്രനെയും എല്ലാം ഭൂമിയെയും എല്ലാം സൃഷ്ടിച്ചിട്ട് നമ്മളുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അത് ഈശ്വരൻ്റെ മഹത്വമാണ്. ഭൂമി സൃഷ്ടിച്ചു എന്തിനു വേണ്ടി? നമ്മളുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടി. സൂര്യനെ സൃഷ്ടിച്ചു, സൂര്യൻ ഭൂമിയും എല്ലാം കൂടിയിട്ടാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ മഹത്വമാണ്. അതായത് അദ്ദേഹം സൂര്യനുണ്ടാക്കി, സൂര്യനുണ്ടെങ്കിലല്ലേ ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടാവും. പിന്നെ ഭൂമിയെ ഉണ്ടാക്കി, അതിൽ മനുഷ്യരെ സൃഷ്ടിച്ചു. വിവേകികൾ അവരുടെ ശത്രുക്കളെ നശിപ്പിക്കട്ടെ. അതേസമയം എന്തുണ്ടാവും? കർമ്മം ചെയ്യുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാവും. അതുകൊണ്ട് എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. നമ്മൾ എന്ത് നല്ല കർമ്മം ചെയ്യുമ്പോഴും അതിനൊരു എതിർപ്പുണ്ടാവും. വിവേകികൾ ആ എതിർപ്പിനെ മറികടന്നുകൊണ്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ. ഇനി 23. നമ്മളുടെ ഉള്ളിൽ നിന്നും ഉയർന്നു വരുന്ന വീര്യ സ്വഭാവത്തെ ഞങ്ങൾ ജഗദീശ്വരനായിട്ട് സമർപ്പിക്കുന്നു. നമ്മൾ എന്തെല്ലാം കഴിവുകളുണ്ടോ, ഉള്ളിൽ നിന്നും വരുന്ന വീര്യ സ്വഭാവം, നമ്മളിൽ എന്തെല്ലാം കഴിവുകളുണ്ടോ അതെല്ലാം ആർക്ക് വേണ്ടി, നമ്മളിലുള്ള കഴിവുകളെല്ലാം ആർക്ക് വേണ്ടി? ആ ഈശ്വരന് വേണ്ടിയാണ് അർപ്പിക്കേണ്ടത്. കാരണം നമ്മളെ സൃഷ്ടിച്ചത് കർമ്മങ്ങൾ ചെയ്യുവാനാണ്. മനുഷ്യരെ സൃഷ്ടിച്ച ചിലതരം കർമ്മങ്ങൾ ചെയ്യാനാണ്. അപ്പം നമ്മളെ ജോലി നമ്മളെ കഴിവുകൾ മുഴുവൻ ആ ഈശ്വരനായിട്ട് സമർപ്പിക്കാനാണ്.
അവൻ വാക്കിൻ്റെ നാഥനാണ്. വാക്കിൻ്റെ നാഥൻ, വാക്ക് എന്ന് പറഞ്ഞാൽ സയൻസ്, വേദവാക്യങ്ങൾ, സയൻസിൻ്റെ നാഥനാണ്. സയൻസിലൊക്കെയാണ് ഈ ലോകം മുന്നോട്ടേക്ക് പുരോഗമിക്കുന്നത്. ആ സയൻസ് സൃഷ്ടിച്ചതും അദ്ദേഹം തന്നെയാണ്. ആ ജഗത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഹവിസ് അർപ്പിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഒരു പ്രപഞ്ചമുണ്ടാക്കി, പ്രപഞ്ചം പുരോഗമിച്ചു പോകുന്നു. ആ പുരോഗതിക്ക് വേണ്ടി നമ്മൾ നമ്മളെ കർമ്മങ്ങളും വിനിയോഗിക്കണം. ലോകം നിലനിൽക്കുന്നതിന് വേണ്ടി ജഗദീശ്വരൻ അനുഗ്രഹം ചൊരിയുന്നു. ഈ ലോകം നിലനിൽക്കാൻ വേണ്ടിയിട്ട്, പുരോഗമിക്കാൻ വേണ്ടിയിട്ടെല്ലാം ജഗദീശൻ നമ്മളെ കൂടെയുണ്ട്. നമ്മുടെ യജ്ഞങ്ങളെ അദ്ദേഹമാണ് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. ഇനി 24, ജഗദീശ്വരൻ ഈ ഹവിസ് കൊണ്ട് വർദ്ധിക്കട്ടെ. ജഗദീശ്വരൻ വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞാൽ ജഗദീശ്വരൻ ഒരു സുന്ദരമായ ലോകമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ ഹവിസ് അർപ്പിക്കുമ്പോൾ നമ്മളെ യജ്ഞങ്ങളിലൂടെ ഈ ലോകം പുരോഗതിയിലേക്ക് പോകട്ടെ. ഇവിടെ നടക്കുന്നതെല്ലാം ഈശ്വരൻ അറിയുന്നുണ്ട്. അപ്പം ഇവിടെ നടക്കുന്ന എല്ലാ കർമ്മങ്ങളും ഈശ്വരൻ അറിയാമെന്ന് പറഞ്ഞാൽ ഈശ്വരനാണ് ഇവിടുത്തെ കർമ്മങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മനുഷ്യരെല്ലാം സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത്. അവനിലൂടെ ഇന്ന് ചെയ്യണം എന്നല്ല ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഈശ്വരൻ അറിഞ്ഞിട്ട് തന്നെയാണ് നടക്കുന്നത്. ഈ ഈശ്വരനിൽ തന്ത്രജ്ഞതയുണ്ട്. ആ തന്ത്രം അദ്ദേഹത്തിൻ്റെതാണ്. സേവകത്വവും സംശുദ്ധിയും ഐശ്വര്യവും കൂട്ടിക്കൊള്ളുന്നു. ആ ഈശ്വരന് തന്ത്രമറിയാം. എല്ലാവരിലും വേണ്ട സേവനത്തിന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കാൻ അറിയാം. അദ്ദേഹം സംശുദ്ധമാണ്. അദ്ദേഹത്തിന് പക്ഷപാതമൊന്നുമില്ല. ഐശ്വര്യവും, എല്ലാ ഐശ്വര്യവും അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. നമ്മൾ യജ്ഞം ചെയ്താൽ ലോകം പുരോഗമിക്കും. ആ ഐശ്വര്യവും ആ ശക്തിയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് നല്ല ആൾക്കാർ ഈശ്വരനെ പ്രണമിക്കട്ടെ. അപ്പം നമ്മളെല്ലാം എന്ത് ചെയ്യണം? ഈശ്വരനായിക്കൊണ്ട് പ്രണമിച്ചിട്ട് കർമ്മം ചെയ്യണം. എല്ലാ ജീവികളും അദ്ദേഹത്തിൽ അഭയം തേടട്ടെ. നമ്മൾ അദ്ദേഹത്തെ ആശ്രയിച്ചാൽ മാത്രം മതി. കാരണം ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അദ്ദേഹമാണ്. ഇനി 25, അഗ്നി മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അഗ്നി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. എന്താണ് രക്ഷ? നമ്മൾ പുതിയൊരു വസ്തു ഉണ്ടാക്കേണ്ടിക്ക് ഊർജം ഉണ്ടായേ പറ്റൂ. ഊർജം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പുതിയ വസ്തുക്കൾ നിർമ്മിക്കുന്നത്. ആരാണോ നല്ല ധർമ്മം നിലനിർത്തുന്നത് അവരുടെ സഖാവുമാണ്. ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണോ, ധർമ്മം എന്ന് പറഞ്ഞാൽ ലോക പുരോഗതിക്കായിട്ട് പ്രവർത്തിക്കുന്നവരാരാണോ അവരുടെ സഖാവാണ് ആര്? ഈശ്വരൻ. അപ്പം ഈശ്വരനൊപ്പം നല്ല പ്രവർത്തികളിൽ ലോക പുരോഗതിക്കായിട്ട് ആര് പ്രവർത്തിക്കുന്നു അവരുടെ കൂടെ നിൽക്കും, അവരുടെ സഖാവായിട്ട്. അങ്ങനെയുള്ള ഇവിടെ ഈശ്വരനല്ല, അഗ്നിനെ പറ്റിയാണ് പറയുന്നത്. അഗ്നി മനുഷ്യകുലത്തിൻ്റെ രക്ഷകനാണ്. വിശ്വകർമാവ് തന്നെയാണ് അഗ്നിയും തന്നിരിക്കുന്നത്. അപ്പം ധർമ്മം നിലനിർത്തുന്നവരുടെ കൂടെ സഖാവാണ് അഗ്നി. ഈശ്വരൻ തന്നെ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. എന്നാലും ഇവിടെ അഗ്നി നമ്മുടെ സഖാവാണ്. നമ്മൾ എന്ത് യജ്ഞം ചെയ്യുമ്പോഴും നമ്മളെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരനായിട്ട് നിൽക്കുന്നതാണ് അഗ്നി. ഊർജമുണ്ടെങ്കിൽ നമുക്ക് എന്ത് യജ്ഞവും ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള അഗ്നി ആകാശഭൂമികളെ ഒരുമിപ്പിക്കുന്നു. ആകാശത്തെയും ഭൂമിയും ഒരുമിക്കുന്നത് അഗ്നിയാണ്. എങ്ങനെയാണ്? സൂര്യനിൽ നിന്നുള്ള അഗ്നിയാണ് ഭൂമിയിൽ പതിച്ചിട്ട് മഴ പെയ്യിക്കുന്നതും ഇവിടെ എല്ലാ കർമ്മങ്ങൾക്ക് പിന്നിലും പ്രവർത്തിക്കുന്നത്. അപ്പം അഗ്നിയാണ് ഈ ഭൂമിക്കും സൂര്യനും ഇടയിൽ ആക്ട് ചെയ്യുന്നത്. എല്ലാവരും ഒത്തുചേർന്നാണ് കർമ്മം ചെയ്യുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ സൂര്യനും ഭൂമി, ഈ നാട്ടിലുള്ള ജനങ്ങളും എല്ലാം സസ്യങ്ങളും എല്ലാം ഒത്തുചേർന്നാണ് ഇവിടെ കർമ്മങ്ങൾ ചെയ്യുന്നത്, കൂട്ടായിട്ടാണ് ചെയ്യുന്നത്. ഇനി 26, ഈശ്വരനാണ് ഈ കാണുന്ന ജഗത്തിനെ സൃഷ്ടിച്ചത്. അത് നേരത്തെ പറഞ്ഞതാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് പിന്നിലുള്ള ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായത് അതാണ് ഈശ്വരൻ. ആ ഈശ്വരൻ എല്ലായിടവും നിറഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് പ്രപഞ്ചമായി മാറിയത്. അത് സൃഷ്ടിക്കുകയല്ല, അത് തന്നെ സ്വയം പ്രപഞ്ചമായി മാറിയതാണ്. അപ്പോൾ അതെല്ലായിടവും നിറഞ്ഞിരിക്കുന്ന ദാതാവും വിധാതാവും സ്രഷ്ടാവും ദ്രഷ്ടാവും മഹിമയും എല്ലാമാകുന്നു.
ഈ ഈശ്വരനിൽ ഈ ജീവൻ സപ്തർഷികളെ നിയന്ത്രിച്ചുകൊണ്ട് ഓരോന്നിൻ്റെയും അഭിലാഷമനുസരിച്ച് ആനന്ദത്തെ അനുഭവിക്കുന്നു. സപ്തർഷികളെ എന്ന് പറയുമ്പോൾ നമ്മൾ ഋഷികളായിട്ട് ചിന്തിക്കേണ്ട. നമ്മളെ ശരീരത്തിലും ജീവൻ നിലനിർത്തുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കുറേ ശക്തികളുണ്ട്. ആ ശക്തികളെ നിയന്ത്രിച്ചുകൊണ്ട് ഓരോന്നിൻ്റെ അഭിലാഷങ്ങൾ സാധിപ്പിച്ചുകൊണ്ട് അവർക്ക് ആനന്ദം പ്രദാനം ചെയ്യുകയാണ്. ആര്? ഈ ഈശ്വരൻ. ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിച്ചു. എന്നിട്ട് സപ്തർഷികളിലൂടെ, സപ്തർഷികൾ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലെടുക്കണം. ഒന്ന്, കുറേ ഋഷികളുണ്ട്, അവരിലൂടെയാണ് വേദങ്ങളും ജ്ഞാനവും എല്ലാം പുറത്തേക്ക് വന്നിരിക്കുന്നത്. ആ ഋഷികളെ എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങളുമായിട്ട് അതിനെ ബന്ധപ്പെടുത്താം. അങ്ങനെ ഗ്രഹങ്ങളുണ്ട്. ഓരോ ഋഷിക്കും ഓരോ ഗ്രഹവുമായിട്ട് ബന്ധമുണ്ട്. അത് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന സപ്തർഷികളെ നിയന്ത്രിച്ചുകൊണ്ട്, ജീവൻ സപ്തർഷികളെ നിയന്ത്രിച്ചുകൊണ്ട് ആ ഓരോ ജീവജാലങ്ങളുടെയും അഭിലാഷങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട്, അത് അഭിലാഷങ്ങൾ സാധിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് എന്ത് നൽകുന്നു? ആനന്ദത്തെ നൽകുന്നു. ഇനി 27, ഈശ്വരൻ നമ്മുടെ പിതാവാകുന്നു. പിതാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടി നടത്തുന്നവർ. യഥാർത്ഥത്തിൽ നമ്മളെ സൃഷ്ടിച്ചാരാണ്? ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചതാരാണ്? ആ ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചമായി മാറിയത്, നമ്മളായിട്ട് മാറിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പിതാവ് എന്ന് പറയേണ്ടത് ആ സൃഷ്ടികർത്താവ് തന്നെയാണ്. കാരണം ആ ഈശ്വരനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പിതാവ് എന്ന് പറയാൻ കാരണം നമ്മളെ സൃഷ്ടിച്ച ഈശ്വരനാണ്. അദ്ദേഹം എല്ലാം അറിയുന്നു. ഇപ്പം നമ്മൾ തന്നെ അച്ഛനും അമ്മയിൽ നിന്നുണ്ടായതാണെങ്കിലും അച്ഛൻ്റെ അമ്മയിൽ തന്നെ അച്ഛനിൽ എത്രയോ ബീജങ്ങളുണ്ട്. ആ ബീജത്തിൽ നിന്ന് വേണ്ടതിനെ സ്വീകരിച്ച, ആയിരക്കണക്കിനുള്ളതിൽ നിന്നും വേണ്ടതിനെ സ്വീകരിച്ചിട്ട് പ്രത്യേക തരത്തിലുള്ള ഇപ്പം പ്രമോദിനെ സൃഷ്ടിച്ചത് അദ്ദേഹം തീരുമാനിച്ചതാണ്, അല്ല അച്ഛനമ്മമാരല്ല. അപ്പം എല്ലാം സൃഷ്ടിക്കും. പിന്നെ അദ്ദേഹം അറിയാതെ ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല. പ്രകൃതിയിൽ കാണപ്പെടുന്ന എല്ലാറ്റിനും ഈശ്വരനാണ് പേരുകൾ നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള എല്ലാറ്റിനും പേര് നൽകിയിരിക്കുന്നത് ഈശ്വരനാണെന്ന്. അതായത് നമ്മളൊരാളെ പേര് വിളിക്കുമ്പോഴും നമ്മളെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് ആ ഈശ്വരനാണ്. നമ്മളെ മനസ്സിനെ എല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. ഒരാൾക്ക് എന്ത് പേര് കൊടുക്കണം എന്നുള്ള തീരുമാനിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണെന്ന്. അത് നേരത്തെ പറയുകയാണ്, നമ്മൾ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് നമ്മളാണ് എല്ലാം ചിന്ത ചെയ്യിക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നതാണ്. അതാണ് മായയിലകപ്പെട്ട് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആ ശക്തിവിശേഷം എന്താണോ ചെയ്യേണ്ടത് അത് നമ്മളിൽ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് എന്നിലൊരു ഇന്ന പേരിടാമെന്നുള്ള ചിന്ത ഉണ്ടാക്കുന്നു. അപ്പം ഈ കാണപ്പെടുന്ന എല്ലാറ്റിനും ഈശ്വരനാണ് പേര് നൽകിയിരിക്കുന്നത്. അത് ഏകനാണ്. ഏത്? അങ്ങനെ സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ച ശക്തി ഏകനാണ്. വിശ്വത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എല്ലാം ഈശ്വരനിൽ നിന്ന് അറിവ് നേടുന്നുണ്ട്. ഇവിടെ സൃഷ്ടിക്കപ്പെട്ട എല്ലാവരും അറിവിലൂടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ അറിവ് നൽകുന്നത് ആരാണ്? ഈശ്വരനാണ്. അപ്പം ഞാൻ എന്തൊക്കെ അറിവ് വെച്ചിട്ടാണ് പ്രവർത്തിക്കുക. ശരി, ഇന്ന സാധനം ഇന്ന തരത്തിൽ ഉണ്ടാക്കിക്കളയാമെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. ആ തോന്നൽ ഉണ്ടാക്കുന്നത് ആരാണ്? ഈശ്വരനാണ്. ആ അറിവ് നൽകുന്നത് ഈശ്വരനാണ്. ആ അറിവ് വെച്ചിട്ടാണ് നമ്മൾ ആ കർമ്മം ചെയ്യുന്നത്. അതായത് നമ്മളിതിൽ വെറും ഒരു റോബോട്ട്, റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന റോബോട്ട് മാതിരിയാണ് നമ്മളെ അവസ്ഥ. ഇനി 28 ദേവകളാണ് സർവ്വതിനെയും പരിപോഷിപ്പിക്കുന്നത്. ദേവകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ 33 കോടി ദേവതകളുണ്ട്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ്. ഈ ദേവതകൾ കൂടിച്ചേർന്നിട്ടാണ് പുതിയ പുതിയ വസ്തുക്കളായിട്ട് മാറുന്നത്. ഹൈഡ്രജനും ഓക്സിജനും ദേവതകളാണ്. അത് കൂടിയിട്ടാണ് വെള്ളം ഉണ്ടാകുന്നത്. അത് കാർബണുമായിട്ട് ചേരുമ്പോൾ പഞ്ചസാരയായിട്ട് മാറും. ഇങ്ങനെ പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നത്. ദേവതകളാണ് സർവ്വതിനെയും പരിപോഷിപ്പിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ പ്രാധാന്യം അറിയുന്നതും ജ്ഞാനവുമായി ജീവരാശികളെ ബന്ധിപ്പിച്ച് നിർത്തുന്നതുമെല്ലാം ഈശ്വരനാണ്. നമ്മുടെ ജ്ഞാനത്തെ
ഉണർത്തുന്നതും ഈ ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ കർമ്മം ചെയ്യിപ്പിക്കുന്നതും മറ്റുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുതിയ പുതിയ വസ്തുക്കളെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാം പിന്നിൽ ഉള്ളത് ഈശ്വരനാണ്. നമുക്ക് മനസ്സിൽ തോന്നും, ഒരു ബുദ്ധി തോന്നും, ഒരു ജ്ഞാനം തോന്നും. പണ്ട് ഒരാൾക്ക് ഒരു ചോറ് വെക്കുമ്പോൾ പാത്രം ഇങ്ങനെ പൊന്തുന്ന കണ്ടപ്പോൾ ഒരു ജ്ഞാനം ഉദിച്ചു. ഇത് ഉപയോഗിച്ചിട്ട് ആവിയഞ്ചൻ ഉണ്ടാക്കാം. വെള്ളം തിളപ്പിക്കുമ്പോൾ മൂടി ഇങ്ങനെ ചോറ് വെക്കുമ്പോൾ പൊന്തുന്ന കാണാമല്ലോ. അപ്പോൾ ഇതുപയോഗിച്ചിട്ട് പിസ്റ്റണ ചലിപ്പിക്കാമെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടാണ് അദ്ദേഹം എന്തുണ്ടാക്കിയത്, ആവി എഞ്ചിൻ ഉണ്ടാക്കിയത്. അപ്പം ഓരോ ആളിലും എന്ത് ചെയ്യുന്നുണ്ട്, ജ്ഞാനം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതിനനുസരിച്ച് ജീവരാശികളെ പരസ്പരം ബന്ധിപ്പിച്ചിട്ടാണ് യജ്ഞം ചെയ്യിപ്പിക്കുന്നത്. ഈശ്വരന്റെ നിർദ്ദേശപ്രകാരമാണ് കുന്നുകൂടുന്ന ധനം ദൃശ്യാദൃശ്യ ലോകത്തിൽ ഇത്തരത്തിലെല്ലാം എല്ലായിടത്തും സ്ഥാപിച്ചിരിക്കുന്നത്. ധനം, ഈ കാണുന്ന വസ്തുക്കളെല്ലാം ധനം തന്നെയാണ്. എന്തിന്? ഇവിടുത്തെ വേസ്റ്റ് പ്ലാസ്റ്റിക് പോലും നമ്മൾ കളയുന്ന പ്ലാസ്റ്റിക് പോലും ധനമാണ്. അതല്ലേ പൊറുക്കിയെടുത്തുകൊണ്ട് പോയിട്ട് ആൾക്കാർ പൊറുക്കാൻ വരുന്നത്. അതിന് വേറെ ഉപയോഗത്തിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഈ പ്രപഞ്ചത്തിൽ ആകെ നിറഞ്ഞു കിടക്കുന്ന വസ്തുക്കളെല്ലാം ധനം തന്നെയാണ്. അതെല്ലാം അവിടെ നിക്ഷേപിച്ച് വെച്ചിരിക്കുന്ന ആരാണ്? ഈശ്വരനാണ്. ഇനി 29. ആ ഈശ്വരൻ ഭൂമിയേക്കാളും വലുതാണ്, സ്വർഗത്തെക്കാളും മഹത്തരമാണ്, പണ്ഡിതന്മാരെക്കാൾ, ഇവിടെ ഏതെല്ലാം പണ്ഡിതന്മാരുണ്ടോ അവരെക്കാട്ടി മഹത്വമുള്ളവരാണ്. സൂക്ഷ്മ സമയബോധത്തെക്കാളും വലുതാണ് സൂക്ഷ്മ സമയബോധം. ഈ പ്രപഞ്ചം മുഴുവൻ സമയവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് കർമ്മമെല്ലാം നടക്കുന്നത്. ഈ ലോകം ചലിക്കുന്നത് സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ സൂക്ഷ്മ സമയവുമായിട്ടെക്കാട്ടിയും ഉയർന്നതാണ്. ഈശ്വരന്റെ അനുഗ്രഹത്താലും കൊണ്ടുമെല്ലാമാണ് ജീവികൾ അസംഖ്യം ദേഹങ്ങളെ തേടിപ്പോകുന്നത്. ഈശ്വരന്റെ പ്രേരണയാലും അനുഗ്രഹത്താലുമാണ് ജീവികൾ അസംഖ്യം ദേഹങ്ങളെ തേടിപ്പോകുന്നത്. എങ്ങനെയാണത്? ഞാനിപ്പോൾ മനുഷ്യനായിട്ടാണ് ജനിച്ചത്. അടുത്ത ജന്മത്തിൽ നമ്മളെ പ്രേരിപ്പിക്കും എവിടെ പോകാൻ. ചിലപ്പം വേറെ വല്ല ജീവിൻ്റെ, ചിലപ്പം മനുഷ്യനായിട്ട് തന്നെയായിരിക്കും, ചിലപ്പോൾ വേറെ വല്ലതുമല്ലായിട്ട്. അപ്പോൾ അതിനെ നമ്മൾ പ്രേരിപ്പിച്ചിട്ട് വേറെ ദേഹം തേടി പോകാൻ പ്രേരിപ്പിക്കുന്നതെല്ലാം ഈശ്വരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനിച്ച് ഇനി ഏതിൽ ജനിക്കണം, ഇനി എന്തായിട്ട് ജനിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ആ ഈശ്വരനാണ്. അന്ധകാരം മാറ്റി ജ്ഞാനത്തിനായി തിരിയുന്നവരെ ആത്മീയ കണ്ണോടെ സംരക്ഷിക്കുന്നതും അദ്ദേഹമാണ്. അന്ധകാരം മാറ്റി, നമ്മൾ അന്ധകാരത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എന്ത്? മായാലോകത്തിൽ. ആ മായയിലകപ്പെട്ട് നമ്മൾ കർമ്മങ്ങളുടെ പിന്നാലെ പോവുകയാണ്. ആ കർമ്മങ്ങൾ അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. എന്നാലും നമ്മളെ സമയം കഴിയുമ്പോൾ, നമ്മളെ കർമ്മങ്ങളെല്ലാം തീരുമ്പോൾ നമ്മളിൽ എന്തുണ്ടാക്കും? ഈ അജ്ഞാനത്തെ അകറ്റിയിട്ട് നമുക്കെന്ത് ചെയ്യും? ആത്മീയ കണ്ണ് നൽകിയിട്ട് നമ്മളെ സംരക്ഷിക്കും. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം പൂർത്തിയായാൽ ഇനിയുള്ള ജന്മങ്ങളിൽ നമുക്ക് കർമ്മങ്ങളില്ലെങ്കിൽ പിന്നെ നമുക്ക് ആത്മീയ കണ്ണ് കാണും. ആത്മീയ കണ്ണ് എന്ന് പറഞ്ഞാൽ ഈ കണ്ണല്ല. ഈ കണ്ണിൽ പിന്നെ ഒന്നും കാണാൻ ശ്രമിക്കില്ല. ഉള്ളിലുള്ള ഈശ്വരനെ മനസ്സിലാക്കുന്ന കണ്ണ്, അതാണ് ആത്മീയ കണ്ണോടെ നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇനി 30. അപ്പം ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് ആ ഈശ്വരൻ തന്നെയാണ്. അനശ്വര പദാർത്ഥങ്ങളെ സൃഷ്ടിയുടെ കേന്ദ്രമായി കാണുന്നത് വിദ്വാൻമാരും വിവേകികളും ചെന്നെത്തുന്നു. അനശ്വര പദാർത്ഥങ്ങളെ സൃഷ്ടിയുടെ കേന്ദ്രമായി കാണുന്നിടത്ത് വിദ്വാൻമാരും വിവേകികളും ചെന്നെത്തുന്നു. അനശ്വര പദാർത്ഥങ്ങളെ സൃഷ്ടിയുടെ കേന്ദ്രം. അനശ്വരമായ വസ്തുവിലൂടെയാണ് പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. അതാണ് സൃഷ്ടിയുടെ കേന്ദ്രം. ഏതാണ് അനശ്വരമായ വസ്തു? ഒരിക്കലും നശിക്കാത്ത വസ്തു ഏതാണ്? അത് ബ്രഹ്മം തന്നെയാണ്. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എന്താണ്? നശിക്കുന്നതാണ്. എന്തും ഇന്നല്ലെങ്കിൽ നാളെ
ഈ സൂര്യനും എല്ലാം നശിക്കും. ഈ പ്രപഞ്ചം ഒന്നടക്കം ഇല്ലാതാകും. അപ്പം അനശ്വരമായ പദാർത്ഥങ്ങളെ സൃഷ്ടിയുടെ കേന്ദ്രമായിട്ട് കാണണം. അപ്പം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് നശ്വര വസ്തുവിനെ കൊണ്ടല്ല, ഏതോ ഒരു അനശ്വരമായ വസ്തുവിനെ കൊണ്ടാണ്. അതാണ് സൃഷ്ടിയുടെ കേന്ദ്രം. അതെന്ത് തന്നെയാണ്? ഈ ഈശ്വരനാണ്, ബ്രഹ്മമാണ്. അതാണെന്ന് വിവേകികളും വിദ്വാൻമാരും ഒടുവിൽ അവിടേക്ക് എത്തിച്ചേരുന്നു. വിവേകികളും വിദ്വാൻമാരുമായ ആൾക്കാർ ചിന്തിച്ച് ഈ നശ്വരമായ ഈ ലോകം ഉണ്ടായത് നശ്വരമായ സാധനത്തിൽ നിന്നല്ല, ഏതോ ഒരു നശിക്കാത്ത അനശ്വരമായ വസ്തുവിൽ നിന്നാണെന്ന് അവർ ചിന്തിച്ച് എത്തിച്ചേരുന്നു. ആ ശക്തിവിശേഷമാണ് ഈ ലോകത്തെ മുഴുവൻ മനസ്സിലാക്കുന്നത്, പരിപാലിക്കുന്നത്, സൃഷ്ടിക്കുന്നത്, അവസാനം എടുത്ത് സംഹരിക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കുന്നു. അവരാണ് വേദങ്ങൾ എഴുതിയത്. അപ്പം വേദങ്ങൾ എഴുതിയ ഋഷികൾ മനസ്സിലാക്കിയ എന്താണ്? ഈ പ്രപഞ്ചം മുഴുവൻ നശ്വരമാണ്, ഇത് നിലനിൽക്കുന്നില്ല. അപ്പം ഈ നശ്വരമായ ലോകം ഉണ്ടായിരിക്കുന്നത് ഏതോ നശിക്കാത്ത ഒന്നിൽ നിന്നാണ്. അതാണ് ഈശ്വരൻ, അതാണ് ബ്രഹ്മം എന്ന് ജ്ഞാനികളായ ഋഷികൾ മനസ്സിലാക്കി അവർ ഈ വേദത്തിലൂടെ അത് എഴുതി തന്നു. ബാക്കി ഇനി അടുത്തതിൽ കാണാം.